മോദി സ്തുതിയിൽ വിശദീകരണവുമായി ശശി തരൂർ. തന്റെ ലേഖനത്തെ ബി.ജെ.പിയിലേക്കുള്ള ചാട്ടമായി ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്ന് തരൂർ. ദേശീയതയ്ക്കും രാജ്യത്തിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ സന്ദേശം ലോകവ്യാപകമായി എത്തിച്ചതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഊർജ്ജത്തെ പ്രകീർത്തിച്ചതെന്നും തരൂരിന്റെ പ്രതികരണം. റഷ്യയിലെ മോസ്കോയിൽ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണത്തിലാണ് മോദി സ്തുതിയെ ന്യായീകരിച്ച് തരൂർ രംഗത്തെത്തിയത്. തന്റെ ലേഖനത്തെ ബി.ജെ.പിയിലേക്കുള്ള ചാട്ടമായി ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് തരൂരിന്റെ വിശദീകരണം. ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും തരൂർ പ്രതികരിച്ചു. ദേശീയതയ്ക്കും രാജ്യത്തിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. തന്റെ ശബ്ദം രാജ്യത്തിനു വേണ്ടിയാണ് ഉയരുന്നത്. ഇന്ത്യയുടെ സന്ദേശം ലോകവ്യാപകമായി എത്തിച്ചതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഊർജ്ജത്തെ പ്രകീർത്തിച്ചത്. മറ്റേതൊരു പ്രധാനമന്ത്രിയെക്കാളും മോദി യാത്ര ചെയ്യുന്നു. ആ കാര്യമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും തരൂർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലെ സർവകക്ഷി സംഘത്തിന്റെ യാത്രാ വിജയത്തെക്കുറിച്ചാണ് ലേഖനത്തിലൂടെ പറഞ്ഞത്. എല്ലാ പാർട്ടികളും രാഷ്ട്രീയ അഭിപ്രായം മാറ്റിവെച്ച് ഐക്യത്തോടെ ഇന്ത്യയുടെ ശബ്ദമുയർത്തിയെന്നാണ് വിവരിച്ചത്. രാഷ്ട്രീയ വ്യത്യാസം അതിർത്തികളിൽ അവസാനിക്കണമെന്നും തരൂർ പറഞ്ഞു. രാജ്യത്ത് ഒരൊറ്റ വിദേശ നയമേ ഉള്ളൂ, അത് ഇന്ത്യയുടെ വിദേശ നയമാണ്. ബി.ജെ.പിയുടെ വിദേശ നയമെന്നോ കോൺഗ്രസിന്റെ വിദേശ നയമോ ഒന്നില്ല. ആ നയത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നുമാണ് തരൂരിന്റെ വിശദീകരണം. അതേസമയം തരൂരിന്റെ പ്രശംസയിൽ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാക്കുകയാണ്. ദേശീയ നേതൃത്വത്തിനുള്ളിലും ഭൂരിഭാഗം പേരും തരൂരിനെ കയറൂരി വിടുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ്. എന്നാൽ ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.